ഇന്ന് സെപ്റ്റംബർ 9, 2025. ഇന്ന് രാത്രിയിലാണ് എനിക്ക് അമേരിക്കയ്ക്കുള്ള ഫ്ലൈറ്റ്. സോ ഇന്നത്തെ ദിവസം ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുറച്ച് നേരം എൻ്റെ നീലൻ്റെ ഒപ്പം ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്ന കേട്ടോ. ഐ എം ഗോണ മിസ് ഹിം. ഇന്ന് കുന്നിടയിൽ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. രാവിലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എത്തുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സൈലൻ്റായിട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നു. എന്താണെന്നറിയില്ല, മനസ്സിൽ കൂടി ഇങ്ങനെ കുറേയധികം ചിന്തകൾ പോകുന്നുണ്ടായിരുന്നു. ഇനി എപ്പോഴാണ് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ അച്ഛനെ അമ്മയൊക്കെ എപ്പോഴാണ് കാണുന്നത്, ഒത്തിരി മിസ് ചെയ്യുമല്ലോ. അതിനേക്കാട്ടിലും അപ്പുറം എനിക്ക് എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഒത്തിരി മിസ് ചെയ്യും. അതുപോലെ എല്ലാം ഒരു പുതിയൊരു കൺട്രിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ്, അതും ഇൻ്റർനാഷണൽ ഒരു ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എക്സൈറ്റ്മെൻറ്റൊക്കെ സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ കൂടി എന്നാലും ഒരു സങ്കടം, ചെറിയൊരു സങ്കടം ഒരു കോണിലുണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാൻ കുറേ നേരം ഇങ്ങനെ സൈലൻ്റായിട്ടിരുന്നു. എല്ലാം നല്ലതിന്, അല്ലെങ്കിൽ എല്ലാം അടിപൊളിയാവട്ടെ എന്നൊക്കെ സ്വന്തമായിട്ട് തന്നെ എനിക്ക് വിഷസൊക്കെ ചെയ്ത് ഞാനിങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ നമ്മുടെ കുന്നിട താന്നിക്കൽ മലനട ദേവീക്ഷേത്രത്തിൽ വന്നു തൊഴുതു. കുറച്ച് പോസിറ്റീവ് വൈബ്സൊക്കെ അട്രാക്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരെയും കണ്ട് യാത്രയൊക്കെ പറഞ്ഞു. കുറച്ച് നേരം ഞാൻ അവിടുത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. എന്തായാലും ഒരു ബ്ലെസ്സിങ്സ് ഓൺ ദി വേ ഒരു ഫീലായിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് നമ്മുടെ കസിൻ ചേച്ചി സേതു ചേച്ചിയുടെ വീട്ടിലാണ്. സേതു ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് എൻ്റെ 2 ബുക്ക്സ് ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്നു. സോ അത് ജസ്റ്റ് പോകുന്നതിന് മുന്നേ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇവിടെ വന്ന് ഗൗരിക്കുട്ടനോടും ആമിക്കുട്ടനോടും ചേച്ചിയോടും കുഞ്ഞമ്മയുടെ അടുത്തും ചിറ്റപ്പൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വന്ന വണ്ടി കണ്ടു, നമ്മുടെ ബലേനോ. അതുപോലെ അടുക്കളയിലേക്ക് ചെന്നപ്പോഴത്തേക്കും അമ്പിളിയമ്മയും പ്രീതാമസും കൂടി ഇങ്ങനെ മത്സരമാണ്, ഞാൻ പാത്രം കഴുകാം എന്നൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ടു. ഞാൻ തിരിച്ചു വന്നു, ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ വന്നു. എനിക്ക് കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സും അതൊക്കെ ലാപ്ടോപ്പിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയായപ്പോഴത്തേക്കും വിഭവസമൃദ്ധമായ സദ്യ എന്ന് പറയുന്ന രീതിയിൽ അമ്മമാർ 2 പേരും കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ചു. ആദ്യം തന്നെ അമ്മയും അച്ഛനൊക്കെ കഴിച്ചു. എനിക്ക് കുറച്ച് പരിപാടികൾ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ പിന്നീടാണ് കഴിച്ചത്. അങ്ങനെ ഞാനും ഫുഡൊക്കെ കഴിച്ചു, അച്ഛനും ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജിബിൻ മാത്യു ആൻഡ് ഗ്യാങ്, ജിബിനും ജിതിനും, അവർ 2 പേരും ട്വിൻസാണ്. പിന്നെ ചിക്കു ചേട്ടായി, എൻ്റെ ഇടുക്കി ബെൽറ്റാണ്, അവർ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുനാഫ കൊണ്ടുവരാം എന്ന് ഏറ്റിട്ടുള്ളതുകൊണ്ട് കുനാഫയൊക്കെ ആയിട്ടാണ് വന്നത്. നട്ടുച്ചയ്ക്ക് കുനാഫ എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ചിട്ടാണ് കേട്ടോ 3 പേരും കൂടി വന്നിരിക്കുന്നത്. 2 വെറൈറ്റി കുനാഫ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ കിട്ടിയ പാടെ കഴിച്ചു. പക്ഷെ അവർ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവർക്കും കൂടി കുറച്ച് ബാക്കി വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പകുതിയും തീർത്തു. അതിനുശേഷം അവർക്ക് ഫുഡൊക്കെ വിളമ്പി അവർ കഴിക്കാനൊക്കെ ഇരുന്നു. എൻ്റെ കുനാഫയൊക്കെ നിർത്തി ഉണ്ടാക്കിയിട്ട് വന്നുകൊണ്ട് തന്നെ 3 പേരും കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി. എന്നാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനൊരു ടാസ്ക് കൊടുത്ത് ചിക്കു ചേട്ടായും ജിതിനും കൂടെ എനിക്ക് ഇരുന്ന് എൻ്റെ മൊബൈൽ ചാർജർ, ഞാൻ പുതിയൊരു ജെറിയുടെ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് ചുറ്റിത്തരായിരുന്നു. എനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഇൻറ്റേൺഷിപ്പിൻ്റെ റിപ്പോർട്ടും അസൈൻമെൻറ്റ്സൊക്കെ പോകുന്ന ലാസ്റ്റ് മിനിറ്റ് വരെ തീർന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സന്ധ്യയൊക്കെ ആയി. ഇനിയിപ്പോൾ കുളിച്ചു പോയി റെഡി ആവണം എന്നുള്ളൊരിതാണ്, ബിക്കോസ് നേരത്തെ പോകണം എന്നുണ്ട്. അപ്പം അവർ ഇങ്ങനെ യാത്രയാവുന്നതിന് തൊട്ട് മുന്നേ നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത്, ഗൗതം ഉണ്ടായിരുന്നു, ഉണ്ണി ഉണ്ടായിരുന്നു, പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണാനൊക്കെ വരുന്നുണ്ടായിരുന്നു, റിലേറ്റീവ്സുമൊക്കെ. എന്നെ യാത്ര അയക്കുന്നതിനോടൊപ്പം അവർക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിൽ തന്നെ അവരുടെ ഒരു ഫ്രണ്ട് ധീരജേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളീനെയും കൂടെ കണ്ടിട്ട് പോകാമെന്നുള്ളൊരു മൈൻഡിലാണ് വന്നത്. അങ്ങനെ അവരെ യാത്രയാക്കി. അതിനുശേഷം വേറെ എൻ്റെ കൂട്ടാളികളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്തായാലും പോകുന്നതിൻ്റെ യാത്രയപ്പിന് മിസ്റ്റർക്കാരായിട്ട് പോയപ്പോഴെങ്ങനെയാണോ അതുപോലെ തന്നെയുണ്ട്. പക്ഷേ അതിനെക്കാട്ടിൽ കൂടുതലായിട്ട് വിഷ്ണുവും ബ്രൂണോയും ഒക്കെ ഇന്ന് എത്തിയിട്ടുണ്ട്.
അപ്പം അങ്ങനെ ഞാൻ പിന്നെ പോയി പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായിട്ട് പോകാനുള്ള പരിപാടിയൊക്കെ ചെയ്യണം. പക്ഷേ ഭയങ്കര ഒരു എനിക്കെന്തോ ഉള്ളിൽ ഭയങ്കര ടെൻഷനും ശോകവും ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ആണോ ഇവിടുന്ന് മൊത്തത്തിൽ പോകുന്നതിൻ്റെയോ എന്തൊക്കെയൊക്കെയോ എൻ്റെ റൂമെല്ലാം മിസ് ചെയ്യും. എന്തോ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു. ഇവിടെ പാക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്തതാ എൻ്റെ പില്ലോയും ജാക്കറ്റും ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. നിങ്ങൾ ഡുക്കാട്ടി കണ്ടിട്ടുണ്ടോ? ഡുക്കാട്ടി ബൈ മാളവിക PS. ഡുക്കാട്ടി കാണിക്കട്ടെ. വ്ളോഗ വൈറലാവും. ഇനിയും പിടിച്ചാൽ കിട്ടത്തില്ല വ്ളോഗിൽ കയറി. അച്ചുമ്മയുടെ ചൊല്ലുന്ന ഇപ്പൊ ഒരു താലി എടുത്തു കൊടുത്തി ഒരു പെണ്ണിനെ കൊണ്ടുവച്ച് അവൻ അപ്പം കിട്ടും. 2 years after 2 years of age. 2 വർഷത്തെ സമയമൊന്നുമില്ല, 6 മാസം കഴിയുമ്പോ നീ 6 മാസം കൊണ്ട് കെട്ടാൻ നോക്കിക്കോ. നീ കേറുന്നോ അപ്പൊ പിടിച്ചു കെട്ടിക്കും. എന്തായാലും കുറച്ച് നേരം അമ്മാരുടെ കൂടെ അലമ്പൊക്കെ ഉണ്ടാക്കി രാഗിണിയപ്പിച്ചൊക്കെ എന്നെ കാണാൻ വന്നു. വിഷ്ണുവിൻ്റെ അമ്മയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചൊന്ന് ഓക്കെയായി. എല്ലാവരും താഴോട്ട് പോയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്കെന്തായാലും പോവാൻ. അപ്പം ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അച്ഛനാട്ടോ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു തന്നു. എന്തായാലും ഞാൻ ഭയങ്കര ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ടി വിയിൽ ന്യൂസ് വന്നത്. ഇസ്രയേൽ അറ്റാക്ക് ഓൺ ദോഹ, ഖത്തർ എയർവേസ് ഒക്കെ ഇതുപോലെ ക്യാൻസൽ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് വന്നു. അപ്പോഴത്തേക്കും വീണ്ടും എല്ലാവരും ഭയങ്കര ടെൻഷനായി. ഞാൻ ഒന്നും കൂടെ ടെൻഷനായി. ബിക്കോസ് ഓൾറെഡി ഞാനിങ്ങനെ ഭയങ്കര ഡബിൾ മൈൻഡിലിരിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ കേശുട്ടിയൊക്കെ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചു. അതിനുശേഷം അച്ഛൻ ബാ നമുക്ക് പോവാം, ഇറങ്ങാം, എന്തായാലും ലേറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഞാനിങ്ങനെ പുറമേ ഭയങ്കര ഹാപ്പിയാണ്, പുറമേ ഓക്കെ ആണെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര നെർവസും ഭയങ്കര ഒരു ആങ്ഷ്യസൊക്കെ ആയിരുന്നു. എന്താണെന്നൊന്നും ചോദിച്ചാൽ അറിയില്ല. ഒരു പ്രത്യേകതരം മൊമെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് പോകണ്ട, എനിക്ക് വേണ്ട എന്നൊക്കെ ഞാൻ സാധാരണ സ്ഥിരം പറയുന്ന ഒരു നെഗറ്റീവ് വൈബ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ കാം ആൻഡ് കൂളായിട്ട് ഞാൻ കുറേ അഭിനയിച്ച് തകർത്തു. പക്ഷേ ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. അങ്ങനെ പിന്നെ മാമി, അമ്മുമ്മ, ദേവു, അപ്പൂപ്പൻ, മാമൻ എല്ലാവരും വന്നു. എന്നെ യാത്ര അയക്കാറായപ്പോഴത്തേക്ക് രാത്രിയായപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും ഭയങ്കര ഒരു കുറച്ചും കൂടെ ഞാനൊന്ന് ഡൗൺ ആയി. അതിൻ്റെ ഇടയ്ക്ക് വിഷ്ണുവും ബ്രൂണോയും കൂടി പുറത്ത് പോയിട്ട് കുഞ്ഞ് പടക്കല്ലേ നമ്മുടെ പൊട്ടാസ്, അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടോ. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ടൈം ആയപ്പോഴത്തേക്ക് അവന്മാർ പൊട്ടാസൊക്കെ റോഡിലോട്ട് എറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഒരു തമാശ സത്യത്തിൽ ഒരു ഭയങ്കര മിക്സ്ഡ് ഒരു ഇമോഷൻസ് ആയിരുന്നു. എന്നാലും ഞാൻ നോർമലി കരച്ച് ബഹളമൊന്നും പോലെ ഞാൻ കരഞ്ഞൊന്നുമില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഉള്ളിൽ തന്നെ ഭയങ്കര കോൺഷ്യസ് ആയിട്ടായിരുന്നു ഇരിക്കുന്നത്. പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തോ, അതെടുത്തു ഇതെടുത്തു, പിന്നെ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇറങ്ങി. അങ്ങനെ കയ്യിൽ വെച്ച് ഓർമ്മ കടലുകൊണ്ട് കൊടുക്കാം. അവിടെ ചെന്നിട്ട് എയർപോർട്ടിൽ പിടിച്ചു സ്ഫോടന വസ്തുവായി യുവതി പിടിയില്ല. മാറ്റാൻ വണ്ടി ഹായ്. ഇത് വെച്ചോ.
അങ്ങനെ ഞങ്ങളൊരു 8:30-9 മണിക്കുള്ളിൽ തന്നെ ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും ഞാനും കൂടി പോയിട്ട് കുറച്ച് ചോക്ലേറ്റ്സും പരിപാടിയൊക്കെ വാങ്ങിച്ചു. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക്. പക്ഷേ വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ നമ്മളൊന്നും കൂടി നേരത്തെ എത്തും. പോകുന്ന വഴിക്ക് നമ്മൾ UST ഗ്ലോബൽ ഇറങ്ങി. ചേച്ചി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അമ്മു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. അമ്മു ചേച്ചി ഒരു നവംബറൊക്കെ ആകുമ്പം ന്യൂജേഴ്സിയിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ എയർപോർട്ട് എത്തിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സ്പെഷ്യൽ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അമ്മമാരുടെ കൂടെയൊക്കെ ചില്ല് ചെയ്ത് സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ ദാ വരുന്നു എൻ്റെ ഉത്തമ തോഴി ശ്രീലക്ഷ്മി ശാന്തകുമാരനും ഫ്രണ്ട് അരുൺ ശിവരാമനും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ഇരുന്നു. അവൾ ഈ ഒരു പ്ലാൻ ചെയ്ത് പാലക്കാട് നിന്ന് വന്നത്, ട്രിവാൻഡ്രം ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് തന്നെ എന്നെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അവളുടെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇടുക്കി ബിൽറ്റിനെ വീണ്ടും ഞാൻ കണ്ടുമുട്ടി. അവരുടെ ഫ്രണ്ട് ധീരജേട്ടനാണത്. ധീരജേട്ടനും കണ്ടു. എല്ലാവരുമായിട്ട് കുറച്ച് നേരം വീണ്ടും സംസാരിച്ചൊക്കെയായിരുന്നു. അതിനുശേഷം വീണ്ടും അമ്മയുടെ അച്ഛൻ, ഞാനിങ്ങനെ ഓടി നടക്കുമായിരുന്നു. സത്യത്തിൽ ഞാൻ ഭയങ്കര ശോകം അടിച്ച് കരഞ്ഞ് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ പ്രതീക്ഷയാണ് വന്നതെങ്കിലും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആകെ ഒരു ചിൽ മൂഡായി. എൻ്റെ ആരോമൽ വേണുവിന് എന്നെ യാത്ര അയക്കാൻ വരാൻ പറ്റിയില്ല. അവൻ കൊച്ചിയിൽ സ്റ്റക്കായിപ്പോയി. പക്ഷേ അവനെ വീഡിയോ കോൾ ചെയ്ത് നമ്മൾ കാണുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് അടുത്ത സർപ്രൈസ്. ഞാൻ ടാറ്റ തന്നത് ശരിയായില്ല, ഞാൻ ടാറ്റ തന്നില്ല, കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവും ബ്രൂണോയും ഗൗതവും കൂടി അവിടുന്ന് ഇവിടം വരെ വീണ്ടും എയർപോർട്ട് വരെ വന്നു. അത് സത്യത്തിൽ അത് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചേയില്ല. ഞാൻ വിചാരിക്കും ഇവന്മാരെന്താണ് ഇവിടെ. അങ്ങനെ കുറേ നേരം സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ഷോക്ക് അടിച്ച് ടെൻഷൻ അടിച്ചിരുന്ന എൻ്റെ മൂഡ് മൊത്തം എലവേറ്റ് ആക്കിയത് ഇവരൊക്കെ കൂടിയാണ്. പിന്നെ ഫുൾ കോമഡി വൈബായിരുന്നു. പിന്നെ പെട്ടിയൊക്കെ റാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. പക്ഷെ അത്രയൊക്കെ ഫണ്ണ് കാണിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്തൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ഞങ്ങൾ കണ്ണമോനെ കൊണ്ടുവിടാൻ വന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി കൂളായിരുന്നു. അമ്മമാരും അത്ര വലിയ കരച്ചിൽ സീനൊന്നും ആയില്ല, എല്ലാവരും ഇതായിരുന്നു. പക്ഷെ എൻ്റെ ചേച്ചിയും കേശുകുട്ടിയൊക്കെ രാത്രി വരെ വെയിറ്റ് ചെയ്തിരുന്ന് എന്നെ വിളിച്ചിട്ട്. ഇപ്പം തന്നെ ഒരു 12-12:45 ഞാൻ കയറാറായി. പക്ഷേ പൊഞ്ചിച്ച് ഭയങ്കര ഷോകായിരുന്നു. പുള്ളിക്കാരിക്ക് വരാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല, ഇനി എന്നാന്നൊക്കെ ഓർത്ത് ഭയങ്കര മിസ്സിങ് ഒക്കെ ആയിരുന്നു. കുറച്ച് നേരം ഞാനിങ്ങനെ കേശുകുട്ടിയോടൊക്കെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവർക്കും യാത്ര അയക്കേണ്ട സമയം ഒന്നും കൂടി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. എനിക്കറിയത്തില്ല, ഒരു പക്ഷേ ഇവരാരും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് വേറൊരു മൂഡിൽ ഞാൻ പോകേണ്ടി വന്നേനെ. ഞാൻ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരുന്നു. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഫുൾ യാത്രയിൽ ഞാൻ ആകെ ഡൗൺ ആയി പോകും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്തോ ഭയങ്കര ഓക്കെ ആക്കി എല്ലാവരും കൂടി എന്നെ. എന്തായാലും ഒരു മനസ്സ് നിറഞ്ഞ ഫീലായിരുന്നു. എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്ത് ഇമോഷനാണെന്നും പറയാൻ ഇപ്പോഴും അറിയില്ല. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുടുംബം മുഴുവനും, അമ്പിളിയമ്മ, ഉണ്ണിക്കുട്ടൻ, എല്ലാവരും, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ശ്രീലക്ഷ്മി, എൻ്റെ അനിയന്മാർ, എൻ്റെ എല്ലാവരെയും മിസ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു ഫീല് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഒരു 24 hours ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം ആദ്യമായിട്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് അങ്ങനെ സ്ട്രെസ്സൊന്നും എടുത്തില്ല. അങ്ങനെ ഞാൻ പോവുകയാണ്. ചെക്ക് ഇൻ ചെയ്തും ലഗേജൊക്കെ സെറ്റായിട്ട് ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സും വീട്ടുകാരും എല്ലാവരും തിരിച്ചു പോയത്. ദ ഹാർഡ് പാർട്ട് വാസ്, ഞാൻ അകത്ത് നിന്നൊരു വീഡിയോ എടുത്തായിരുന്നു. എല്ലാവരും കൂടി എനിക്കിങ്ങനെ ഒരുമിച്ച് ടാറ്റ തരുന്നത്. അതായിരുന്നു എനിക്ക് ഏറ്റവും സങ്കടം വന്നൊരു വീഡിയോ. എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് എൻ്റെ ഹോൾ ട്രിപ്പായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ഡോക്ടർ വയലറ്റ് പ്രിൻസസ്.